ഹോർമുസ് കടലിടുക്കിൽ അസ്ഥിരത തുടരുകയാണ്. ഇപ്പോഴിതാ മൈനുകൾ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഇറാൻ ബോട്ടുകളെ കണ്ടാലുടൻ വെടിവെച്ച് തകർക്കാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം കനക്കുമ്പോഴാണ് ട്രംപിന്റെ കടുത്ത പ്രഖ്യാപനമെത്തുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ട്രംപ് ഷൂട്ട് ആൻഡ് കിൽ ഉത്തരവിന്റെ കാര്യം പുറത്തുവിട്ടത്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ഏത് ചെറിയ ബോട്ടുകളെയും വെടിവെച്ച് തകർക്കാൻ ഞാൻ US നാവികസേനയ്ക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ടതില്ല. അവരുടെ 159 യുദ്ധക്കപ്പലുകളും ഇപ്പോൾ കടലിന്റെ അടിത്തട്ടിലാണ്. നിലവിൽ കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ നടപടി 3 ഇരട്ടി വേഗത്തിൽ തുടരാനും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, ട്രംപ് കുറിച്ചു. ലോകത്തെ ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ പാതയാണിത്. ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇറാനിയൻ എണ്ണ കടത്തുകയായിരുന്ന മറ്റൊരു ടാങ്കർ കൂടി US സേന പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഗിനിയൻ പതാക പതിച്ച മജസ്റ്റിക് എക്സ് എന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. ഇതിന്റെ ദൃശ്യങ്ങളും പെന്റഗൺ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന് ഭൗതിക സഹായം നൽകുന്ന ഇത്തരം കപ്പലുകളെയും അനധികൃത ശൃംഖലകളെയും തകർക്കാനുള്ള ആഗോള നടപടികൾ തുടരുമെന്ന് അമേരിക്കൻ യുദ്ധകാര്യ വകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ശ്രീലങ്കയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് വെച്ചാണ് മജസ്റ്റിക് എക്സ് പിടിയിലായത്. മുൻപ് US സേന പിടിച്ചെടുത്ത ടിഫാനി എന്ന കപ്പലും ഇതേ മേഖലയിൽ നിന്നാണ് കണ്ടെത്തിയത്. ചൈനയിലെ ഷൌഷാനിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ. 2024 ഇറാനിയൻ എണ്ണ കടത്തിയതിന് അമേരിക്കൻ ട്രഷറി വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലാണിതെങ്കിലും പേര് മാറ്റി സർവീസ് നടത്തുകയായിരുന്നു. കപ്പൽ പിടിച്ചെടുത്ത നടപടിയോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകൾ 3 ചരക്കു കപ്പലുകളെ ആക്രമിക്കുകയും അതിൽ 2 പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 28 ഇസ്രയേലും അമേരിക്കയും ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം പേർഷ്യൻ ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലായി 30-ലധികം കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ആക്രമണ ഭീഷണി, ഇൻഷുറൻസ് തുകയിലുണ്ടായ വർധനവും കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിരിക്കുകയുമാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചതായി പറയപ്പെടുന്ന മൈനുകൾ നീക്കം ചെയ്യുന്നത് അതീവ സങ്കീർണമാണെന്നും ഇതിന് കുറഞ്ഞത് 6 മാസമെങ്കിലും എടുത്തേക്കാമെന്നും US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഔദ്യോഗിക യുദ്ധം അവസാനിക്കാതെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയില്ല എന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ US കോൺഗ്രസിനെ അറിയിച്ചതായി ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആഗോള എണ്ണ വിതരണത്തിലെ തടസ്സങ്ങളും ഇന്ധനവില വർധനവും ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലും പരിസരത്തുമായി ഇറാൻ 20ഓളം മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പെന്റഗന്റെ രഹസ്യ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ചിലത് അത്യാധുനികമായ GPS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിദൂര നിയന്ത്രിതമായി വിന്യസിച്ചവയാണ്. ഇത്തരം മൈനുകൾ കണ്ടെത്തുന്നത് നിലവിലുള്ള നാവിക സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. മാർച്ച് മാസത്തോടെയാണ് ഇറാൻ കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചു തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. കടലിടുക്കിലൂടെ പോകുന്ന വലിയ കപ്പലുകൾ ലക്ഷ്യം വെച്ച് ഈ സമയങ്ങളിൽ ആക്രമണവും നടന്നിരുന്നു. ചില വലിയ കപ്പലുകൾ തകരുകയോ മുങ്ങുകയോ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വലിയ തിരച്ചിലുകളും നിരീക്ഷണങ്ങളും നടന്നു. ആ ബഹളങ്ങൾക്കിടയിലോ ആ സാഹചര്യം മുതലെടുത്തോ ചെറിയ ബോട്ടുകൾ കടലിലേക്ക് ഇറക്കി ഈ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് കടലിനടിയിലേക്ക് മൈനുകൾ സ്ഥാപിച്ചു എന്നാണ് കരുതപ്പെടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.